ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാനിപ്പോൾ നിൽക്കുന്നത് വർക്കലയാണ്. വർക്കലയിൽ ഒരു റിസോർട്ടിൽ എത്തിയതാണ്. വർക്കല പോലൊരു പ്ലേസിൽ അതും 3000 രൂപയ്ക്ക് സ്വിമ്മിംഗ് പൂളൊക്കെ വരുന്ന ഒരു റിസോർട്ട് പരിചയപ്പെട്ടാലോ? ഈ റിസോർട്ടിൻ്റെ ലൊക്കേഷൻ വന്നിട്ട് വർക്കല ക്ലിഫിലോട്ട് പോകുന്ന വഴിക്ക് ക്ലിഫിലോട്ട് തിരിയാതെ കുറച്ചുകൂടെ മുന്നോട്ട് വന്നാൽ തിരുവമ്പാടി റോഡെന്ന് പറയും, ആ ഭാഗത്താണ്. ഫാമിലി ആയിട്ടും കപ്പിളായിട്ടും വന്ന് എൻജോയ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു റിസോർട്ടാണ്. ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള നല്ല ആംബിയൻസ് ഉള്ള നല്ലൊരു റിസോർട്ടാണ്. വളരെയധികം പൊളൈറ്റ് ആയിട്ട് കസ്റ്റമർ ഹാൻഡിൽ ചെയ്യുന്ന ഒരു കസ്റ്റമർ സർവീസ് തന്നെയാണ് ഇവരുടെ മെയിൻ ഹൈലൈറ്റ്. ഞങ്ങളിവിടെ എത്തുമ്പോൾ റൂമിൻ്റെ ചെക്ക് ഇൻ ടൈം 12 മണിയായിരുന്നു. എന്നിട്ട് കൂടി ഫ്രഷപ്പിനായി മറ്റൊരു റൂം അവരെ അറേഞ്ച് തരാമെന്ന് പറഞ്ഞു. ഇവർക്ക് ഇവിടെ തന്നെ റെസ്റ്റോറൻറ്റ് സൗകര്യമുണ്ട്. മെയിൻലി ബ്രേക്ക്ഫാസ്റ്റ് ആണ് ഉള്ളത്. ബ്രേക്ക്ഫാസ്റ്റ് വരുന്നത് ബോഫെ ആണ്. പെർ ഹെഡ് 300 രൂപീസ്. നീറ്റ് ആൻഡ് ക്ലീൻ റൂമാണ് കേട്ടോ. ഞങ്ങൾ ആദ്യം പോയി കണ്ട റൂമിൽ സീ വ്യൂ ഇല്ലായിരുന്നു. പിന്നെ സീ വ്യൂവിന് വേണ്ടി മറ്റൊരു റൂം ചേഞ്ച് ചെയ്തായിരുന്നു. ഞാനിവിടെ ഗസ്റ്റിനെയും കൊണ്ട് വന്നതാണ്. ഇന്ന് ഒരു ദിവസത്തേക്കാണ് അവർ റൂം എടുത്തിരിക്കുന്നത്. വളരെ വിശാലമായ ഒരു പാർക്കിംഗ് ഏരിയ തന്നെ ഇവിടെ ഉണ്ട്. അപ്പോൾ നമുക്ക് ഇവിടുത്തെ സ്വിമ്മിംഗ് പൂൾ ഏരിയ ഒന്ന് പോയി കണ്ടാലോ? നമ്മളിപ്പോൾ മുന്നിൽ കാണുന്ന വഴി കൂടെയാണ് സ്വിമ്മിംഗ് പൂളിലേക്ക് പോകേണ്ടത്. എല്ലാ റിസോർട്ടിലും ഉള്ളതുപോലെ ഇവിടെയും സ്വിമ്മിംഗ് പൂളിന് ടൈമിംഗ് ഉണ്ട്. രാവിലെ 9 മുതൽ രാത്രി 9 വരെ. സ്വിമ്മിംഗ് പൂളിൽ നിന്ന് ബീച്ച് കാണുന്ന രീതിയിലാണ് ഇവിടെ സ്വിമ്മിംഗ് പൂൾ നിർമ്മിച്ചിരിക്കുന്നത്. ഈ കാണുന്നത് ബീച്ച് വ്യൂ ഉള്ള റൂംസ് ആണ്. എല്ലാ സ്വിമ്മിംഗ് പൂളിലും ഉള്ളതുപോലെ ഇവിടെയും കുട്ടികൾക്കും മുതിർന്നവർക്കും സെപ്പറേഷൻ ചെയ്തിട്ടുണ്ട്. ഈ സ്വിമ്മിംഗ് പൂൾ ഭാഗത്തു നിന്നും ബീച്ചിലോട്ടുള്ള വ്യൂ ഒരു രക്ഷയില്ല കേട്ടോ. ഇവിടെ ഇടതു ഭാഗത്തായിട്ടാണ് റെസ്റ്റോറൻറ്റ് വരുന്നത്. ഞാൻ കൊണ്ടുവന്ന കസ്റ്റമറുടെ കുട്ടികൾ സ്വിമ്മിംഗ് പൂൾ എൻജോയ് ചെയ്യാണ്. ഈ കാണുന്ന പാസേജ് കൂടെ മുന്നോട്ട് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് ക്ലിഫ് വരെ പോകാൻ പറ്റും. ഈ പോകുന്ന വഴിക്ക് തന്നെ ഒരുപാട് റെസ്റ്റോറൻറ്റും ഉണ്ട്. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഷോപ്പിംഗ് ചെയ്യണമെങ്കിൽ അതിനുള്ള സാധനങ്ങളെല്ലാം കിട്ടുന്ന കടകളും എല്ലാം ഉണ്ട്. ഇതിപ്പോൾ ഞാൻ ഷൂട്ട് ചെയ്യുന്നത് 26 മെയ് ആണ്. ഇവിടെ അത്യാവശ്യം കാറ്റും മഴയും ഉള്ള ഒരു ദിവസമാണ്. അതുകൊണ്ട് തന്നെ കൂടുതൽ സമയം ഈ റിസോർട്ടിലാണ് സ്പെൻഡ് ചെയ്തത്. ഇവിടെ താഴെ കാണുന്ന റൂമിൽ നിന്നും സ്വിമ്മിംഗ് പൂൾ വ്യൂവും മുകളിൽ കാണുന്ന റൂമിൽ നിന്നും സീ വ്യൂ ആണ് കിട്ടുക. അപ്പോൾ ഓക്കെ ഗൈസ്, ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയുക. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി കാണാം. ബൈ.